ഹലോ നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫ്രൂട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ലാങ്സാങ്. നിങ്ങളെ ഈ ഫ്രൂട്ട് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഈ ഫ്രൂട്ട് ഇപ്പം ഇവിടെ വിരളമായിട്ടാണ്, അധികം ഒന്നും ഇല്ല. അപ്പം കാഞ്ഞിരപ്പള്ളിയിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. കാഞ്ഞിരപ്പള്ളിയിലെ പുളിക്കൽ ജിജിയുടെ വീടിനടുത്താണ്. ജിജിയാണ് എന്നെ ഈ ഒരു ഫ്രൂട്ട് പരിചയപ്പെടുത്താൻ വേണ്ടി വിളിച്ചിരിക്കുന്നത്. അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ലാങ്സാറ്റ് ഫ്രൂട്ട് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതിക്കൊണ്ടാണ്. നിങ്ങൾ വിചാരിക്കുന്ന ഫ്രൂട്ടൊന്നും അല്ലിത്. ഇത് തടിയുടെ ശിഖരത്തിലെ ചെറിയ ചെറിയ ശിഖരത്തിലെ, അല്ലെ തടിയിൽ എന്ന് വേണേൽ പറയാം. തടിയിൽ ഇങ്ങനെ പിരിപിരിപുരാന്നങ്ങ് താഴെ മുതൽ മേളി വരെ ഉണ്ടായിരുന്നെന്നാ പറഞ്ഞത്. ഇപ്പൊ അവസാനമാണ് ഞാൻ അറിഞ്ഞത്. ഇപ്പം താഴത്തെ എല്ലാം തീർന്നു, മേളിൽ മാത്രമേ കുറച്ച് ഭാഗത്തേ ഉള്ളൂ. എന്നാലും വളരെ മനോഹരമാണ് അത് പിടിച്ചു കിടക്കുന്ന കാണാൻ. അപ്പൊ ഞാന് പുളിക്കൽ ജിജിയാണ് ഇത്. നമ്മുടെ ഒരു സുഹൃത്താണ്. ജിജിയുടെ വൈഫും ഞാനും ഒന്നിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ജിജി നമസ്കാരം. നമസ്കാരം ടീച്ചറെ. ഞാൻ ഇച്ചിരി വൈകിപ്പോയി അല്ലേ? താഴെ നിൽക്കുന്നതൊക്കെ തീർന്നു കഴിഞ്ഞ് ഇപ്പം മുകളിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു മാസം മുമ്പായിരുന്നെങ്കിൽ നമുക്കൊരു 500 കിലോയോളം സാധനം അതിലെ പഴുത്ത് നമുക്ക് മറ്റുള്ളവർക്ക് നമ്മൾ കുറെ കൊടുക്കുകയും ചെയ്തു, വിൽപ്പനയായിട്ട് ചെയ്തു. ബാക്കി കുറച്ച് നാട്ടുകാർക്ക് നമ്മുടെ അയൽവക്കക്കാർക്കും എല്ലായിട്ടും കൊടുത്തു. വളരെ റയറായിട്ടുള്ള ഒരു ഫ്രൂട്ട്സ് ആണ്. ഇതിന്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് മനുഷ്യന് ഷുഗർ ഉണ്ടാകുകയില്ല, പ്രഷർ ഉണ്ടാകുകയില്ല, ഒരസുഖവും ഈ പഴം മൂലം കഴിച്ചുണ്ടാകുന്ന ഒരു പ്രശ്നമേ ഇല്ല. എന്തേരം ഫ്രൂട്ട്സ് വേണേലും കഴിക്കാം. ആയിരക്കണക്കിന് കിലോ എനിക്ക് 2 മരങ്ങളിലായിട്ട് എല്ലാ ആണ്ടിലും വിപണിയുണ്ടോ? വിപണിയുണ്ട്. പക്ഷേ ആൾക്കാർക്ക് അങ്ങനെ അപൂർവമായിട്ട് അറിയാവുന്നതുകൊണ്ട് അങ്ങനെ വിപണനം വളരെ കുറവായിട്ടാണ് നടക്കുന്നത്. ജിജി നമുക്കെന്നാ ആ മരവും ആ ഫ്രൂട്ടും ഒക്കെ ഒന്ന് കണ്ടാലോ? തീർച്ചയായിട്ടും വരൂ. ടീച്ചറെ, ഈ നിൽക്കുന്നതാണ് ആ മരം. വളരെ കുറവായിട്ട് ഇപ്പൊ ലാസ്റ്റ് ഭാഗമായതുകൊണ്ട് കുറച്ച് കായും കൂടെ ഉള്ളൂ. അതിനിപ്പം ഏറെക്കുറെ 1 മാസം കൊണ്ട് തീരും. പിന്നെ ഇതിപ്പോ ഒരു 5ാം വർഷമായ മരമാണ്. 3.5 വർഷം കൊണ്ട് ഈ മരം എപ്പോഴും നട്ടാലും ബഡും വേണ്ട, ഗ്രാഫ്റ്റും വേണ്ട, ഒന്നും വേണ്ട, എവിടെ നട്ടാലും 3.5 വർഷം കൊണ്ട് ഇതേ കായും ആവും. ഇഷ്ടംപോലെ കായും ആവും. ആവശ്യത്തിന് ഏത് രോഗമുള്ള ഒരു വ്യക്തിക്കും ഇത് കഴിക്കുകയും ചെയ്യാം. ലാങ്സാറ്റ് എന്ന് പറഞ്ഞ ഫ്രൂട്ട് പറിച്ചു അല്ലേ? പറിച്ചു. ടീച്ചർ അത് ടേസ്റ്റ് ചെയ്ത് ഇത് ലോങ്ങന്റെ കൂട്ടിരിക്കുന്നു അല്ലേ? ലോങ്ങന ഇതിന് ചെറുതാണ്. ഇത് അതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള സാധനമാണ്. ഇത് അതിന്റെ പച്ചയാണ്. ഇത് എത്ര ദിവസം വേണം ഇത് ഉണ്ടായി പഴുത്ത് വരാൻ? ഇത് 3 മാസം കൊണ്ട് ഒരു പൂ ഉണ്ടായി കഴിഞ്ഞാൽ 3 മാസം കൊണ്ട് പഴമാകും. 3 മാസം എടുക്കും. എന്തായാലും ഈ ഫ്രൂട്ട് ഇപ്പൊ ഒന്ന് പൊട്ടിച്ചൊന്ന് കഴിക്കാം. ഇത് ലോങ്ങൻ പോലെ തന്നെ ഇരിക്കുന്നു കേട്ടോ. പക്ഷെ അതിനേക്കാൾ വലിപ്പമുണ്ട് ഇത്. ഇതിങ്ങനെ ഞെക്കുമ്പോ തന്നെ കണ്ടോ ഇത് പൊട്ടി വരുന്നുണ്ട്. ഇതിനകത്ത് എത്ര സീഡ് ഉണ്ട്? 5-6 സീഡ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? എണ്ണമുണ്ട്, 6 സീഡ് ഉണ്ട് അല്ലേ? എന്നാ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല മധുരവും ഉണ്ട്, പുളിയും ഉണ്ട്. ഈ പുളി എപ്പോഴും കാണുമോ അതോ? നല്ല മധുരം. അപ്പൊ നല്ലതുപോലെ പഴുത്തില്ലെന്നാണ് രുചി പറയുന്നത്. നല്ലപോലെ പഴുക്കുവാണ് ഇതിനേക്കാൾ മധുരം വരുന്ന. ഇപ്പൊ തന്നെ നല്ല മധുരമുണ്ട്. ഈ ഇതിന്റെ കൊലക്കകത്ത് തന്നെ ഇത് ഉണ്ടില്ലേ, ഒരു കൊല ഒരു 30 എണ്ണം ഒക്കെ കാണും. 30 എണ്ണം 40 എണ്ണം ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് മഴയുടെ കാലാവസ്ഥ അനുസരിച്ച് കൂടെ ചിലപ്പോൾ കുറച്ചൊക്കെ പൊഴിഞ്ഞു പോകും. എന്നാലും മാക്സിമം ഒരു 25 കായ്ക്ക് മേളിലൊക്കെ ഒരു കൊല കാണും. മഴക്കാലത്താണോ അതോ നല്ല വെയിലുള്ളപ്പോഴല്ലേ? മാർച്ചിലാണ് ഇതിന്റെ ഒരു പൂ ഉണ്ടാകുന്ന ഒരു സമയം, കായ്ക്കുന്ന ഒരു സമയം. മാർച്ച് മാസം ആകുമ്പോഴത്തേക്ക്, മാർച്ച് ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിന് പഴമാവും. പിന്നെ ഇത് വളരെ കാലം മുമ്പ് ഞാൻ എവിടുന്ന് കിട്ടി ഇത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 10ാം ക്ലാസ് സമയത്ത് കാഞ്ഞിരപ്പള്ളി ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് നമുക്ക് തൈ വിതരണം ചെയ്ത കൂട്ടത്തില് ഒരു തൈ, കൊക്കോ തൈ ആണെന്ന് പറഞ്ഞ് എല്ലാവരും മാറ്റി വെച്ച ഒരു തൈ. എന്താണേലും ഞാൻ അതുകൊണ്ട് നട്ടുപിടിപ്പിച്ച് ഏതായാലും എനിക്കൊരു 4ാം വർഷം മുതൽ അതിന്റെ കാ കിട്ടുന്നുണ്ട്. അത് ഫ്രൂട്ട്സ് ആയി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ചെയ്യുന്ന ആ സാധനം എന്നുള്ളത്. ഇതിന്റെ ജന്മനാട് മംഗോളിയൻ സാധനം. മംഗോളിയൻ ഇതിന്റെ ജന്മനാട് ഗൂഗിളിലുണ്ട്. സെർച്ച് ചെയ്താൽ കിട്ടും. ലാങ്സാറ്റ്, LANGSAT എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട്സ് ആണ് ലാങ്സാറ്റ്. ഇതിന് ഒത്തിരി ഔഷധ ഗുണങ്ങളും ഉണ്ട്. ഏത് രോഗികൾക്കും കഴിക്കാനും പറ്റും.
ഏത് രോഗം ഉള്ളവർക്കും കഴിക്കാം, ഇല്ലാത്തവർക്കും അല്ല, കഴിക്കാം. ഞാൻ ആദ്യം ഓർത്ത് ഈ മുട്ടപ്പഴം എന്ന് പറയുന്ന ഈ ചുമന്നിരിക്കുന്ന അല്ല, അത് ആ സൈസ്, മുട്ടിപ്പഴം, ആ ആ മുട്ടിപ്പഴം, സാധനമല്ല ഇത്. മുട്ടിപ്പഴം ലോങ് എന്ന് പറഞ്ഞ ഇതേ ടൈപ്പ് വേറെ ഒരു ഫ്രൂട്ട്സ് ഉണ്ട്. അത് ഉണ്ട്. അതും ആയിട്ട് നോക്കുമ്പോൾ ഇത് അതുമല്ല, അതിലുമൊക്കെ വ്യത്യസ്തമായ നല്ലൊരു ഫ്രൂട്ട്സ് ആണ്. ഇത് നല്ല മധുരമാ. നല്ല മധുരം, പഴുത്ത് തേൻ കഴിയുമ്പോൾ മധുരമാകുന്ന ഒരു സാധനമാണ്. ഏകദേശം ഒരു കൊലയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 700 ഗ്രാം 800 ഗ്രാം, എനിക്ക് 1 കിലോയ്ക്കുള്ള കൊലകളൊക്കെ ഉണ്ടായിട്ടുണ്ട് വീട്ടിൽ. അത് എൻ്റെ വീട്ടിലാണ് 2 ഫ്രൂട്ട്സ് ഉണ്ട്, മരമുണ്ട്. അതിനകത്ത് ഒരു 500 കിലോ എങ്കിലും വെച്ച് ഒരു മരത്തേൽ ഇങ്ങനെ കായ്ക്കുകയും ചെയ്യും. ഇതിന്റെ തൈ വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ തൈ നമ്മൾ ഉത്പാദിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ്. എനിക്ക് 2 തൈ വേണം. ആ, തൈയൊക്കെ തീർച്ചയായിട്ടും തരാം. ആരൊക്കെ ആവശ്യമുണ്ടെങ്കിലും തരാം, എപ്പോൾ വേണമെങ്കിലും തരാം. ഫ്രൂട്ട്സ് ഈ മാർച്ച് മുതൽ ജൂണിനടക്ക് ഉള്ള സമയങ്ങളിൽ ഫ്രൂട്ട്സ് കാണും. ആരെങ്കിലും ഇത് ചില വർഷങ്ങളിൽ 2 വർഷം 2 പ്രാവശ്യം 2 പ്രാവശ്യം കായ്ക്കും. കായ്ക്കും. ഒരാണ്ടിലെ 2 പ്രാവശ്യം. 2 പ്രാവശ്യം കായ്ക്കും. എനിക്ക് ഈ പ്രാവശ്യം 2 പ്രാവശ്യം കായ്ച്ചിട്ടുണ്ട്. ഒന്ന് കഴിഞ്ഞാൽ അടുത്ത വീണ്ടും പൂവായിട്ടുണ്ട്. ശരി, ഇപ്പൊ പൂവായിട്ട് നിൽപ്പുണ്ടോ? ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഫ്രൂട്ട് ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ ഫ്രൂട്ട് നല്ലതുപോലെ പഴുത്തില്ല. പഴുത്തു കഴിഞ്ഞാൽ ഭയങ്കര മധുരമാണെന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോൾ കഴിച്ചിട്ട് ചെറിയ പുളിപ്പുമുണ്ട്, നല്ല മധുരവുമുണ്ട്. ആ പുളിപ്പ് മാറണമെങ്കിൽ ഒരു 2 ആഴ്ചയും കൂടെ കഴിയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റെയറായിട്ടുള്ള ഈ ഒരു ഫ്രൂട്ട് നിങ്ങളെ ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്തിയ, നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? കേരളത്തിൽ ഇത് റെയറായിട്ടേ ഉള്ളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഫ്രൂട്ട് ഇതിൻ്റെ തൈകൾ വേണമെങ്കിൽ പുള്ളിയുടെ നമ്പർ ഞാൻ അതിനകത്ത് നമ്മുടെ വീഡിയോയിൽ സെൻഡ് ചെയ്തേക്കാം. ആവശ്യക്കാർ വിളിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ഒരു പുതിയ ഫ്രൂട്ട് നിങ്ങൾ കണ്ടല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.